സൂര്യ ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സെല്ലുലോയിഡിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് സെല്ലുലോയിഡിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം പ്രിയപ്പെട്ട നമ്മുടെ സൂര്യ ടി വി ഫാമിലിയോട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ആർട്ടിസ്റ്റ് ആയിട്ടുള്ള അംബിക മോഹനെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അംബികാമ്മ, വെൽക്കം ടു സെല്ലുലോയിഡ്. എല്ലാവർക്കും നമസ്കാരം. 25 വർഷം സിനിമയിൽ പൂർത്തിയാക്കുകയാണ്. തീരെ പ്രതീക്ഷിക്കാതെ സിനിമയിൽ വന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പെട്ടെന്ന് വന്നൊരാളാണ്. നമ്മളൊരു സിനിമയിൽ അഭിനയിക്കണമെന്നോ അങ്ങനെ ഒരു സിനിമ നടിയാ അങ്ങനെ ഒരു ആഗ്രഹമൊന്നും അങ്ങനെ ആയിട്ട് വന്ന ആളല്ല. പക്ഷെ എല്ലാവരും ഈശ്വരൻ്റെ അനുഗ്രഹം എന്ന് പറയില്ലേ, അപ്പം കിട്ടിയതൊക്കെ എനിക്ക് തോന്നുന്നു ഒരുപാട് സൗഭാഗ്യങ്ങളാണ് ദൈവം എനിക്ക് തന്നത് എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ഈ 25 വർഷം ഇതിൽ നിൽക്കും എന്ന് അന്ന് ആദ്യമായിട്ട് മേഘമൽഹാറിൽ വരുമ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു? ഒരിക്കലും ഇല്ല. അത് നമ്മളൊരു രസത്തിന് ചെയ്തു. കമൽ സാർ ഫാമിലി എനിക്ക് അറിയാം, സലീം പടിയത്ത് അവരൊക്കെ കൂടെ പറഞ്ഞപ്പോൾ ഇങ്ങനെ പോയി ചെയ്തു എന്നല്ലാണ്ട് ഇങ്ങനെ ഒരു സിനിമയിലേക്ക് വരുന്നു, അതുപോലെ നമുക്ക് ഇത്രയും വർഷം ജനങ്ങൾ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്ക് എത്താൻ പറ്റുന്നു ഒന്നും വിചാരിച്ചിട്ട് ഒട്ടും പ്രതീക്ഷയില്ല. ഈ ചാലക്കുടിയിലെ എംബ്രോയിഡറി ആ ഒരു ഷോപ്പിന്റെ കഥയൊക്കെ ഒരുപാട് ഇന്റർവ്യൂ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷെ എങ്ങനെയാണ് അവിടുന്ന് കമൽ സാർ തപ്പി ഓൺ സ്ക്രീനിലേക്ക് കൊണ്ടുവന്നത് എന്ന ആ ഒരു കഥ നമ്മളെങ്ങും കേട്ടില്ല. അതാണ് എനിക്കിത് ചോദിക്കുന്നത്. നമ്മളിങ്ങനെ സാരികളൊക്കെ ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ നമ്മൾ ഈ ചെറിയ ചെറിയ അതായത് വില കുറഞ്ഞ സാരികളൊക്കെ എടുത്ത് നല്ല നല്ല ഡിസൈനൊക്കെ ചെയ്തിട്ട് ഒരു ഡിസൈൻ ഒരാൾക്കേ കാണുള്ളൂ, യുണീക്കായിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ കമൽ സാറിൻ്റെ വൈഫ് നമ്മുടെ അവിടെ നിന്ന് സാരി വാങ്ങും, ഒരു കോളേജിലാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് സലീം പടിയത്ത് ഒരു റിലേഷനാണ്. അപ്പോൾ അവരൊക്കെ നമ്മുടെ അവിടെയാണ് തയ്ക്കാനൊക്കെ വരിക. അങ്ങനെ തയ്യൽ എംബ്രോയിഡറി ആ ഒരു ഇതിൽ കൂടെയാണ് ഫസ്റ്റ് ഒരു പടത്തിൽ ബിജു മേനോൻ്റെ ചേച്ചിയായിട്ട് നമ്മുടെ ശിവജി, മുമ്പ് ഇപ്പം അദ്ദേഹം ഇല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് ഒരു വേഷം ചെയ്യാം. അങ്ങനെ നമ്മളൊരു തമാശയ്ക്ക് ഇങ്ങനെ എല്ലാവരും കൂടെ പറഞ്ഞപ്പോൾ ഒന്ന് പോയി ചെയ്തു പോകുന്നു എന്നല്ലാണ്ട് സിനിമ എന്ന് പറഞ്ഞിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇല്ല. പക്ഷെ ഇതിന് മുമ്പ് മോള് ഡാൻസറാണ്. അപ്പം മോളെയും കൊണ്ട് ഇങ്ങനെ ഡാൻസ് പ്രോഗ്രാമിനൊക്കെ പോകും. അങ്ങനെ ഒരു ആഡ് ഫിലിം ചെയ്യാനായിട്ട് മോള് പോകുന്ന സമയത്ത് അന്ന് ഋഷഭാബ നല്ല ഇതിൽ നിൽക്കുന്ന സമയമാണ്, ഭയങ്കരമായിട്ട് കത്തി നിൽക്കുന്ന സമയം എന്ന് പറയില്ലേ, അങ്ങനെ നിൽക്കുന്ന സമയം. അപ്പം റിസക്കാടൊക്കെ കൂടെ ഒരു ആഡ് ചെയ്യാൻ മോള് ചെയ്യുന്നുണ്ട്. അപ്പം ഇടവേള ബാബുവിൻ്റെ പേരായിട്ടാണ് മോള് ചെയ്യുന്നത്. അപ്പം ഞാൻ മോളെയും കൊണ്ട് പോയി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ചെന്നൈയിൽ നിന്നുള്ളൊരു ആർട്ടിസ്റ്റാണ് റിസക്കയുടെ ഭാര്യയായിട്ട് അഭിനയിക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ റിസക്ക നിർബന്ധമായിട്ടും എനിക്ക് ഇവരുടെ കൂടെ അഭിനയിക്കാൻ പറ്റില്ല, അവിടെ ഭയങ്കര പ്രശ്നം നടക്കുകയാണ്, എനിക്ക് ഇവരുമായിട്ട് വേറെ ആർട്ടിസ്റ്റിനെ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു, ആ നിൽക്കുന്ന സ്ത്രീയാണ് ഞാൻ ചെയ്യാമെന്ന് ബാബു. എന്താ അദ്ദേഹം അങ്ങനെ പറയാൻ കാര്യം എന്നറിയോ? അത് നമുക്കറിയില്ല, നമുക്ക് റിസക്കനൊന്നും ഒന്നും അറിയില്ല, സിനിമ കണ്ട ഒരു ഇതല്ലാതെ. പിന്നെ നമുക്ക് ഈ സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെ അതിലേക്ക് പോകുന്നു അങ്ങനെ ഒരു ഇല്ല. ഹസ്ബൻഡ് എഞ്ചിനീയറാണ് ഇലക്ട്രിസിറ്റി ബോർഡിൽ. അപ്പം നമ്മൾ കുട്ടികളുടെ ഇതൊക്കെ ആയിട്ട് സാധാരണ വീട്ടമ്മ ബിസിനസ് അത്രേ നമുക്ക് ഇഷ്ടം ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ. അപ്പം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബാബു എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു, ചേച്ചി ഒന്ന് നിൽക്കുമോ? ഞാൻ പറഞ്ഞു, അയ്യോ നിൽക്കാൻ പറ്റത്തില്ല ബാബു, കാരണം നമ്മളങ്ങനെ ചെയ്യില്ല. അങ്ങനെ ബാബു ചന്ദ്രേട്ടനെ വിളിക്കുന്നു, അങ്ങനെ പറയുന്നു. അങ്ങനെ പെട്ടെന്ന് ഇതൊക്കെ കൂടെ കഴിഞ്ഞ് ഒന്നും ചെയ്യേണ്ട, അവിടെ നിന്നൊന്ന് പാല് കാച്ചിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു പാല് കാച്ചുന്ന ഒരു സീൻ. അപ്പം ഞാൻ ഡ്രസ്സൊന്നും മാറാൻ സമ്മതിച്ചില്ല, മേക്കപ്പ് ഒന്നുമില്ല, എൻ്റെതായ രീതിയിൽ തന്നെ നിന്നിട്ട് അത് ചെയ്തു പോയത്. അതാണ് ഫസ്റ്റ് നമ്മളിങ്ങനെ ക്യാമറ എന്ന് പറഞ്ഞ് പോയി നിന്നത്. ഒന്നും അറിയില്ല നമുക്കതിനെക്കുറിച്ച്. ശരിക്കും സിനിമ എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തത് ഭരത് ഗോപി സാറിൻ്റെ എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമ, അതിൽ വാണി വിശ്വനാഥിൻ്റെ അമ്മയായിട്ടാണ്. അതാണ് നമ്മൾ ശരിക്കും സിനിമ എന്ന് പറഞ്ഞൊരു ആ സമയത്തൊക്കെ ഒരു 10-20 ദിവസമൊക്കെ ഷൂട്ടുള്ള ഒരു പടം. അതാണ് ഞാൻ റിസ്ക്കായിട്ട് ചെയ്തൊരു പടമാണ്. അത്യാവശ്യം സിനിമ എന്ന് അതാണ് ഞാൻ സിനിമ എന്താണ്, നല്ല നല്ല പാട്ടുകളൊക്കെ ആയിരുന്നു. അതിൽ വാണിയാണ് എൻ്റെ ഫസ്റ്റ് മകളായിട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പം പാല് കാച്ചിട്ടാണ് ക്യാമറയുടെ ഫ്രണ്ടിൽ ആദ്യത്തെ തുടക്കം എന്ന് പറഞ്ഞത്. നമ്മളിങ്ങനെ എന്ത് നല്ല കാര്യം ചെയ്യുന്നതിന് മുമ്പ് അല്ലേ, അതൊരു നിമിത്തം പോലെ എനിക്ക് പറഞ്ഞപ്പോൾ തോന്നുകയാണ്. അതെ, ഒരു നിമിത്തമാണ്. അത് ഞാൻ പറഞ്ഞത്, ഞാൻ വിചാരിക്കാതെ വന്ന ആളാണ്. അത് വരിക മാത്രമല്ല, ഇന്നിപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ മഹാഭാഗ്യം എന്ന് പറഞ്ഞാൽ എല്ലാ ആർട്ടിസ്റ്റുകളുടെയും അമ്മയാവാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഒരു വലിയ ഭാഗ്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. മമ്മൂക്കയാണേലും, ലാലാണേലും, സുരേഷ് ഗോപി, ദിലീപ്, അങ്ങനെ എല്ലാവരും, ജയറാം, എല്ലാവരും. എനിക്ക് തോന്നുന്നു ഒരുവിധം ഇപ്പം പുതിയ കുട്ടികളുടെയും, ഇപ്പം മഞ്ജുവിൻ്റെ വരെ, മഞ്ജു എന്ന് പറഞ്ഞാൽ ഞാൻ വരുമ്പോൾ അവർ ഞാൻ സിനിമയിലേക്ക് വരുമ്പോൾ ഇല്ല, അത് കഴിഞ്ഞ് റിട്ടേൺ വരുമ്പോൾ ഞാൻ അമ്മയായിട്ടാണ് ഫസ്റ്റ് പടത്തിൽ ഞാൻ ചെയ്യുന്നു. അപ്പം അതൊക്കെ നമ്മളുടെ ഒരു ഭാഗ്യമായിട്ട് തന്നെ കാണുന്നു. അതുകൊണ്ട് എല്ലാ കുട്ടികളുടെയും, പിന്നെ ഞാൻ വിചാരിക്കാത്ത നല്ല നല്ല ഡയറക്ടേഴ്സിൻ്റെ നല്ല നല്ല പടങ്ങളിലൊക്കെ ഒരു ഭാഗമാകാൻ പറ്റി. പിന്നെ വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെയൊക്കെ ഭാര്യയായിട്ട് അഭിനയിക്കാൻ ഒരു ഭാഗ്യം. അതൊക്കെ ഇപ്പം ചിന്തിക്കുമ്പം ഇപ്പം പലരും ഇല്ല ഇന്ന്.
ഇപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ അയ്യോ അവരുടെയൊക്കെ കൂടെ നമുക്ക് അഭിനയിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമല്ലേ എന്നെ സംബന്ധിച്ച്. തീർച്ചയായിട്ടും. ചേച്ചി ഇപ്പം ഒരുപാട് പ്രഗത്ഭരുടെ കൂടെ അമ്മയായിട്ടും ഭാര്യയായിട്ടും ഒക്കെ അഭിനയിക്കാനായിട്ടുള്ള ഒരു ഭാഗ്യം എന്ന് പറഞ്ഞല്ലോ. എനിക്ക് തോന്നുന്നു അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു അഭിനേതാവ് അമ്പിളിച്ചേട്ടനായിരിക്കും. അയ്യോ അമ്പിളിച്ചേട്ടൻ്റെ കൂടെയൊക്കെ എനിക്ക് മീശമാധവനാണ്. മീശമാധവന് മുമ്പേ എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമയിലും ഉണ്ടായിരുന്നു, അദ്ദേഹത്തിനൂടെ അഭിനയിച്ചു. പക്ഷേ മീശമാധവനാണ് ഞങ്ങൾ ഭാര്യയും ഭർത്താവുമായിട്ട് അഭിനയിച്ചത്. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഒരു 10-16 പടമെങ്കിലും ഞങ്ങൾ ഭാര്യയും ഭർത്താവുമായിട്ട് മാത്രം അഭിനയിച്ചിട്ടുണ്ട്. അപ്പം എടുത്തു പറയേണ്ട പടങ്ങൾ സോലെ, ചങ്ങാതിപ്പൂച്ച, ഒത്തിരി പടങ്ങൾ. ഏറ്റവും എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ആക്സിഡൻറ്റ് ഉണ്ടാകുന്നതിന് മുമ്പേ പറുദീസ എന്ന് പറഞ്ഞിട്ട് പടം അത് ഞങ്ങൾ ചെയ്ത് അവിടെ നിന്നാണ് ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യ പഞ്ചായത്ത് പ്രസിഡന്റ്, അങ്ങനെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വിളിച്ചത്. പോകുന്ന സമയത്ത് ചേട്ടൻ പറഞ്ഞു ഇനി നീ ഇടയ്ക്ക് കോമഡിയൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഞങ്ങൾ അത്ര നല്ലൊരു ഇതിൽ പോകുമ്പോഴാണ് അദ്ദേഹത്തിന് ആക്സിഡൻറ്റ് ഉണ്ടായത്. ഒത്തിരി ഒരുപാട് പടങ്ങൾ ചെയ്യും. ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ചേട്ടാ ഈ ഒരുപാട് പടങ്ങൾ നമ്മൾ ഒന്നിച്ച് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ബോറടിക്കുക? കാരണം ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതൊരിക്കലും ഇല്ല, കാരണം ഞാൻ വ്യത്യസ്തമായിട്ടല്ലേ ചെയ്യുന്നത്, നീ ഒരേപോലെ ചെയ്താലും ഞാൻ മാറ്റി ചെയ്യുന്നതെന്ന് പറയും. അയ്യോ ഭയങ്കര നല്ലൊരു ആർട്ടിസ്റ്റ് ബേസിൽ നമ്മൾ അവരിൽ നിന്നൊക്കെയാണ് നമ്മളിങ്ങനെ ഇത്ര വരെ എത്താൻ പറ്റുന്നത് തന്നെ. കാരണം നമ്മുടെ ഓപ്പോസിറ്റിൽ നിന്ന് നമുക്ക് നല്ല ഹെൽപ്പാണ് അവരൊക്കെ ചെയ്ത് തന്നിരിക്കുന്നത്. മീശമാധവൻ ശരിക്കും ഒരു കരിയർ ബ്രേക്ക് തന്നെയായിരുന്നു. അല്ല, ആൽജോ സാറിൻ്റെ മീശമാധവനാണ് എനിക്ക് സിനിമയിൽ ഒരു ബ്രേക്ക് തന്നത്. അതിനുശേഷമാണ് കസ്തൂരിമാൻ, മീരയുടെ അമ്മയായിട്ടും റൺവേ, ഒത്തിരി പടങ്ങൾ ഞാൻ അതിന് ശേഷമാണ് ചെയ്തിരിക്കുന്നത്. ഈ മീശമാധവനിലെ ആ ക്യാരക്ടർ ഇപ്പം ലൈക്ക് ഇത്ര വർഷം കഴിഞ്ഞിട്ട് ഈ അടുത്തിടയ്ക്ക് അല്ലേ ആ ഒരു ക്യാരക്ടർ ഒന്ന് ചർച്ചയാകുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ. ചേച്ചി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം ഈ ക്യാരക്ടർ വീണ്ടും പ്രേക്ഷകർ വീണ്ടും അതിനെ ഒന്നും കൂടെ കൊണ്ടുവന്ന്, അതെ, ശാന്തമ്മയെ വീണ്ടും കൊണ്ടുവന്ന് സ്നേഹിച്ചപ്പോൾ എന്തായിരുന്നു ചേച്ചിക്ക്? ഒരുപാട് സന്തോഷം. കാരണം ചിലരിപ്പോഴും ശാന്തമ്മ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടെന്ന് പറയാം. അപ്പം ഞാൻ വിചാരിക്കും എത്ര ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10-22 വർഷമെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവും, 22 വർഷത്തിൽ കൂടുതലായിട്ടുണ്ടാവും. അപ്പോഴും അവരുടെ മനസ്സിൽ നമ്മളുണ്ടെന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമല്ലേ? അതെ, ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. എനിക്കൊന്ന് മീശമാധവൻ്റെ സമയത്ത് അമ്പിളിച്ചേട്ടൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അമ്പിളിച്ചേട്ടന് വലിയൊരു ഫംഗ്ഷൻ നടക്കുകയാണ്. അപ്പം ഞാനാണ് ഇതിൽ പുതിയ ആർട്ടിസ്റ്റാണ്, എന്നെ ആർക്കും അറിയില്ല. അപ്പം ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ പറഞ്ഞു നീ വരുന്നില്ല ഫംഗ്ഷനെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല ചേട്ടാ, കാരണം എനിക്കവിടെ വരും ആരും പരിചയമില്ല. പിന്നെ ഒന്നാമത്തെ കാര്യം ഞാനിങ്ങനെ മുന്നോട്ട് പോകാൻ ഒരു മടിയായിട്ട് നിൽക്കുന്ന ഒരാൾ കൊണ്ട് ചേട്ടൻ എല്ലാവരും പോകുന്നില്ല, നീ അങ്ങോട്ട് വാ. ഞാൻ എങ്ങനെയാട്ടെ വൈകുന്നേരം എന്തായാലും വാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചേട്ടൻ്റെ പിന്നാലെ ഇങ്ങനെ പോകാട്ടോ. അപ്പോൾ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഇഷ്ടപ്പെട്ട് 2 കൈ നീട്ടി സ്വീകരിച്ചു. അപ്പോൾ ചേട്ടൻ ചെല്ലുമ്പോഴേക്കും അവിടെ ഭയങ്കര ബഹളവും ഇതൊക്കെ അമ്പിളിച്ചേട്ടനെ സ്വീകരിക്കുന്ന ഒരുത്തും. ഇതിൻ്റെ പിന്നാലെ ഞാൻ പമ്മി കാരണം ആർക്കും അറിയില്ല. പിന്നെ എനിക്കും ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ പോകുന്നത്. അങ്ങനെ എന്നോട് പറഞ്ഞു ഇവിടെ ഇരുന്നോന്ന് പറഞ്ഞു. അടുത്തൊരാളോട് പറഞ്ഞു അംബിക മോഹനാണ് ഇവിടെ ഇരുന്നോട്ടെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പം എല്ലാവരും എന്നെ നോക്കുന്നുണ്ട്, ഇത് ആരാന്നറിയില്ലല്ലോ. അങ്ങനെ ചേട്ടൻ്റെ ഒരു ഇതാണ് ഞാൻ പറയുന്നത്. ചേട്ടൻ അവിടെ ചെന്ന് പ്രസംഗിക്കുന്നു. ഞാൻ പ്രസംഗിക്കുന്നതിനിടെ പറയുന്നു എൻ്റെ കൂടെ എൻ്റെ ഭാര്യ വന്നിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ എന്ത് ചേട്ടായി പറയണേ, എനിക്കിങ്ങനെ ഞെട്ടലായിട്ട് ഞാനിങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കാം. ഭാര്യ എന്ന് പറഞ്ഞാൽ മീശമാധവനിൽ എൻ്റെ ഭാര്യയായിട്ട് ചെയ്യുന്ന അംബിക മോഹൻ നമ്മളെ അവിടെ പരിചയപ്പെടുത്തുകയാണ്. ഇനിയും ഒരുപാട് പടങ്ങളിൽ അഭിനയിക്കേണ്ട ഒരു ആർട്ടിസ്റ്റാണ്. നല്ല ഞാനോർത്ത് ഇത്ര നമ്മളെ അതിനുശേഷം എല്ലാവരും കൂടെ എന്ന് പറഞ്ഞാൽ നമ്മളെ അംഗീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു അയ്യോ ഞാനൊന്ന് നമിച്ചു പോയി. കാരണം നമ്മളവിടെ നിന്ന് അത് കഴിഞ്ഞിങ്ങനെ പതുക്കെ പോരണം എന്ന് വിചാരിക്കുമ്പം നമ്മളെ പരിചയപ്പെടുത്താന്ന് പറയുമ്പോൾ അത് ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റ്, അങ്ങനെ ഒരു ഇതൊക്കെ വലിയൊരു അനുഭവങ്ങളാണ് നമ്മളുടെ. ഈ അമ്പിളിച്ചേട്ടൻ്റെ ഒപ്പം അഭിനയിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഷെയർ ചെയ്ത് കേൾക്കുമ്പോൾ ആ കൂടെ ഉള്ളവരെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഓൺ സ്ക്രീനിൽ ഓരോ സംഭവങ്ങൾ കയ്യിൽ നിന്ന് എടുത്തിടുക, സപ്പോർട്ട് ചെയ്യും. അതേപോലെ തന്നെ അദ്ദേഹം പറയുന്നതിനൊപ്പം നിന്നില്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം. കാരണം ഞങ്ങൾ സൊലെ വർക്ക് ചെയ്യാണ്. സൊലെ വർക്ക് ചെയ്യുമ്പോൾ ഒരു കുന്നിന്ന് ഇങ്ങനെ താഴോട്ട്. അതിനു മുമ്പേ മീശമാധവനിൽ തന്നെ ഓപ്പോസിറ്റ് ഉണ്ട്. കാരണം മീശമാധവനിൽ ഒരു പാട്ടുണ്ട് എൻ്റെ എല്ലാം ഒന്നെല്ലാം. അപ്പം അത് പാടുമ്പോൾ ഒരു സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുന്നതാണ്. അപ്പം ചേട്ടൻ കയറി പോകുമ്പോൾ ഞാൻ ബനിയനിൽ പിടിച്ച് വലിക്കണം. അപ്പം ഞാൻ ഓർത്തു എങ്ങനെ എത്രയും വലിയൊരാളെ ഇങ്ങനെ ശക്തിയിൽ വലിക്കാൻ പറ്റും. അപ്പം ഞാൻ പതുക്കെ ഇങ്ങനെ 2-3 പ്രാവശ്യം എന്നെ ശരിക്കും വലിക്കണം, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ എടുത്തിട്ട് ഇതാക്കും, ഏത് വേണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഇങ്ങനെ പതുക്കെ എന്നെ എടുത്തൊരൊറ്റയേറെ എറിഞ്ഞത് ഞാൻ ചെന്ന് സോഫയിലേക്ക് വീണു. എന്നാലും ആ കഥാപാത്രത്തിന് അങ്ങനെ വേണം, നമ്മൾ തട്ടിത്തെറിപ്പിക്കുക. അപ്പം ഞാൻ ശരിക്കും വലിച്ചാലല്ലേ ആൾക്ക് ഞാനിങ്ങനെയൊന്ന് വീണ് കിടക്കുക. അത് കഴിഞ്ഞ് വന്നിട്ട് എന്തെങ്കിലും പറ്റിയോ? ഞാൻ പറഞ്ഞു ഇല്ല ഏട്ടാ ഒന്നും പറ്റി. അപ്പം എല്ലാവരും കൂടെ അയ്യോ ഇത്. പക്ഷെ
അതിനുശേഷം ഞാൻ ചേട്ടൻ എന്താ ചെയ്യാന്ന് ഇങ്ങനെ നോക്കി നിൽക്കും. എന്തെങ്കിലും ചേട്ടൻ ഇടുന്നറിയാം. അപ്പം ഞാൻ ചോദിക്കും എന്താ ചേട്ടൻ ചെയ്യുന്നത്, അതെനിക്കറിയില്ല, ഞാൻ അപ്പം എന്തെന്ന് വെച്ചാൽ ചെയ്യും നോക്കി. അങ്ങനെ ഞങ്ങൾ സൊലേ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കുന്നീന്ന് താഴോട്ടേക്ക് ഇറങ്ങി വരുന്ന ഒരു സീനുണ്ട്. ക്യാമറയൊക്കെ അപ്പം ഞങ്ങളൊരു ചായക്കടക്കാരന് ഭാര്യയാണല്ലോ അതിൽ. അപ്പോൾ വരുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, ചേട്ടാ ഈ കുന്നീന്ന് നമ്മൾ താഴോട്ട് ഇറങ്ങി പോവുകയാണ്, എന്താണ് ചേട്ടൻ ഈ ഇപ്പം ചെയ്യാൻ പോകുന്നത്? അതെനിക്കറിയില്ല. ഞാൻ ആ സമയത്ത് ചേട്ടാ ഉന്തരുത്, ഞാൻ ഈ കുന്നീന്ന് ഉരുണ്ട് പോയാൽ എനിക്ക് കയറാൻ പോലും പറ്റത്. ഞാനിങ്ങനെ പോകുന്ന സമയത്ത് വേഗം നടക്കടിയെന്ന് പറഞ്ഞ ഒരൊറ്റ ഇടി. പക്ഷെ ആ ഇടിയിൽ ഞാൻ പറഞ്ഞു എന്ത് ചേട്ടി കാണിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ തിരിച്ചങ്ങോട്ട് പറഞ്ഞ് അങ്ങനെ പോയി. അത് സീൻ കഴിഞ്ഞ് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, നീ അങ്ങനെ പ്രതികരിച്ചത് നന്നായി, ഇല്ലെങ്കിൽ എൻ്റെ അത്രയും ഇത് വേസ്റ്റായി പോകും. അങ്ങനെ അപ്പം നമ്മൾ എന്തെങ്കിലും ആയിട്ട് ചെയ്യുമ്പോൾ നമ്മളതിന് ഓപ്പോസിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ചേട്ടൻ ഭയങ്കരമായിട്ട് നമ്മളെ അഭിനന്ദിക്കും. അതേപോലെ നമ്മൾ മിണ്ടാതെ നിന്ന് പോയാൽ അന്ന് പിന്നെ ചേട്ടൻ അത് പിന്നീട് അത് ചെയ്യില്ലല്ലോ, സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതല്ലേ. അപ്പം നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കും. അതൊക്കെ നമുക്ക് നല്ല അനുഭവങ്ങളാണ് സിനിമയിൽ. അതുപോലെ തിലകൻ ചേട്ടൻ്റെ കൂടെ ചെയ്യുമ്പോൾ അതൊക്കെ ഇങ്ങനെ നമ്മൾ നോക്കിക്കും. അവരൊക്കെ വലിയ വലിയ ആർട്ടിസ്റ്റുകളായതുകൊണ്ട് അവരെന്താണ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് നമ്മൾക്ക് പറഞ്ഞു തരും. നീ ഇതുപോലെ നിൽക്കണം, ഇതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ച് നിൽക്കും. അപ്പം നമുക്ക് നമ്മളത് ശ്രദ്ധിച്ച് നിൽക്കുന്നതുകൊണ്ട് നമുക്കും അതിൻ്റെ ഒപ്പം ഇങ്ങനെ പതുക്കെ പിന്നാലെ പോകാൻ പറ്റും. ഇപ്പം സിനിമയിൽ ഒരു പ്രയർ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാണ്ട് വന്ന ഒരാളാണല്ലോ അംബികാമ്മ. അപ്പം ഈ തിലകൻ സാറിൻ്റെ ഒക്കെ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ അവർ ഇത്രയും വലിയ ആർട്ടിസ്റ്റാണ് എന്നുള്ള രീതിയിൽ തെറ്റിപ്പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പറയുമോ, ലൈക്ക് ഞാനൊരു ബിഗിനർ എന്ന നില അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? നമുക്കൊരു പേടിയാണ്. അപ്പം ഞാൻ ചെന്ന് ആദ്യമേ തന്നെ ചോദിക്കും, ചേട്ടാ എങ്ങനെയാ? എന്നോട് പറയും നീ അതിനനുസരിച്ച് ചെയ്താൽ മതി, ഇന്നതാന്നൊക്കെ പറഞ്ഞുതരാം. അപ്പം നമ്മളിങ്ങനെ മനസ്സിൽ വെച്ച് അതേപോലെ. പിന്നെ എനിക്ക് തോന്നുന്നു വന്ന സമയത്ത് എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. എനിക്ക് ഭയങ്കര ഒരു അനുഭവമാണ്. കാരണം ഇപ്പം എൻ്റെ മക്കളായിട്ട് ചെയ്യുന്ന ആൾക്കാരാണേലും ഞാൻ പറയും, ലാലിൻ്റെ കൂടെ പരദേശി എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു, അവാർഡൊക്കെ കിട്ടിയ. അതിൽ ഞാൻ 51 വയസ്സുള്ള അമ്മയാണ്, 89 വയസ്സ് അമ്മയാണ്. കാരണം വലുതാകുമ്പോഴും ചെറുതാകുമ്പോഴും ഒക്കെ ഞാൻ അമ്മയായിട്ട് ചെയ്തത്. അപ്പം അതൊക്കെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. അതൊക്കെ എൻ്റെ ഒരു 4ാമത്തെ 5ാമത്തെ പടങ്ങളാണ്. ആ സമയത്തൊക്കെ അദ്ദേഹത്തിനൊക്കെ അമ്മയായിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയൊരു ഇതാണ്. അപ്പം ഇങ്ങോട്ടുള്ള ആ സപ്പോർട്ടും നമുക്ക് തന്നിട്ടുണ്ട് എല്ലാവരും. അതെനിക്കൊരു ഒരുപക്ഷെ ഇങ്ങനെ നിൽക്കാൻ ഈശ്വരൻ ഒരു ഭാഗ്യം തന്നതുകൊണ്ട് കിട്ടിയതായിരിക്കും ഒരു കാരണമാണ്. തീർച്ചയായിട്ടും ഈ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്രയും വലിയൊരു നടി എൻ്റെ ഉള്ളിലുണ്ടോ എന്ന് തിരിച്ചറിഞ്ഞൊരു മൊമെന്റ് ഉണ്ടോ? കാരണം സിനിമാ മോഹം പണ്ട് ഉള്ളിൽ ഇല്ലായിരുന്ന ഒരു ആളാണല്ലോ. അപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു സിനിമയിൽ വർക്ക് ചെയ്തപ്പോഴോ ഒക്കെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു കസ്തൂരിമാൻ കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു സ്വീകരണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മളെ അവരെല്ലാവരും കൂടെ അംഗീകരിച്ച് നമ്മുടെ നാട് നമ്മളെ സ്വീകരിക്കുക എന്നൊക്കെ പറയുമ്പം വലിയൊരു അഭിമാനമുള്ള കാര്യമല്ലേ നമുക്ക്. ഒക്കെ ഒരു വലിയൊരു ഇതാണ്. അതുപോലെ ഒരു ഫിലിം ഓഡിയൻസ് അവാർഡ് എന്ന് പറഞ്ഞിട്ടൊരു അവാർഡുണ്ട്. എല്ലാ ആർട്ടിസ്റ്റും അതിൽ നല്ല നടിയായിട്ട് കാവ്യായിരുന്നു ആ സമയത്ത്, ലാല് നല്ല നടൻ, അങ്ങനെ ഒത്തിരി അമ്പളിച്ചേട്ടൻ എല്ലാവരും ഉള്ള സമയത്ത് ഒരു സഹനടിയായിട്ട് ഞാനും ഉണ്ടായിരുന്നു ആ കൂടെ. അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചൊക്കെ വെച്ചിട്ട് പോയി അവിടെ ചെന്ന് പറഞ്ഞു. പക്ഷേ അത്രയും വലിയ ഓഡിയൻസും അത്രയും വലിയ സ്റ്റേജ് വെക്കണം എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഞാൻ കരഞ്ഞിട്ടാണ് ഞാനിത് വാങ്ങി പോരുന്നത്. അന്ന് എനിക്കൊന്ന് ശാരദാമ്മയാണ് തന്നത്. അത്രയും വലിയൊരാളുടെ കയ്യിൽ നിന്നൊക്കെ ഇത് വാങ്ങിയൊക്കെ വരുമ്പം നമ്മളന്ന് ഭയങ്കര ഒരു ഇതായിട്ടോ, ഒന്നും അല്ലാത്തടത്തുനിന്ന് വന്നിട്ട് നമ്മളിങ്ങനെ ആവുക എന്ന് പറയുമ്പോൾ 2001 തൊട്ട് ഇന്നിപ്പോ ഈ 2025 ആകാൻ പോവുക, ഒരു ഇയർ ഗ്യാപ്പ് പോലും വന്നിട്ടില്ല. അതാണ് ഞാൻ ഓർക്കുന്നത്. ഇപ്പം നമുക്ക് കുറേ അമ്മമാരുടെ അതായത് വേഷങ്ങൾ കുറഞ്ഞിരിക്കുന്ന സമയമാണെങ്കിലും ഇനി ഞാൻ ഒരു പടമൊക്കെ ആയിട്ട് ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ പോകുന്നുണ്ട്. അപ്പം അതൊക്കെ ഒരു ഗ്യാപ്പ് അധികം വന്നിട്ടില്ല. അതെങ്ങനെയാ അംബികയിലെ കംപ്ലീറ്റ്ലി എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക? കാരണം അമ്മമാരുടെ വേഷത്തിലും ഇപ്പം ഞാൻ അമ്മ വേഷം മാത്രമല്ലല്ലോ ചെയ്യുന്നത്. ഇപ്പം കോളേജിലെ പ്രൊഫസറാണേലും വക്കീലാണേലും നമ്മളിതൊന്നും ആയിട്ടില്ലെങ്കിലും എല്ലാം ആവുന്നുണ്ട്. വക്കീലായിട്ടും ടീച്ചറായിട്ടും ഞാനിങ്ങനെ എല്ലാ വേഷങ്ങളുമായിട്ട് പോകുന്നുണ്ട് ഞാൻ. പിന്നെ അമ്മൂമ്മയായിട്ട് നമുക്ക് ഇന്ന വേഷം എന്നൊന്നും എനിക്കില്ല. അതേപോലെ അത് പണ്ടും എനിക്കില്ല. അപ്പം നമ്മളിപ്പോൾ ഒരു വലിയ പടത്തിൽ ഒരു ചെറിയ വേഷമാണെന്ന് പറഞ്ഞാലും ഞാൻ ചെയ്യാറുണ്ട്. അത് ഇന്ന വേഷം അങ്ങനെയില്ല. നമ്മളെ അതിന് വേണമെന്ന് വിചാരിച്ചിട്ടാണല്ലോ ഒരു ഡയറക്ടർ നമ്മളെ വിളിക്കുന്നത്. അപ്പം ചെല്ലുക, അത് ചെയ്യുക എന്നുള്ളതാണ്. ഈ 25 years ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അന്ന് എങ്ങനെ ഉണ്ടായിരുന്നോ അതുപോലെ തന്നെയാണ് ഇന്നും ഉള്ളത്. അതിന്റെ ഒരു രഹസ്യം എങ്ങനെ? ഈ കോംപ്ലിമെന്റ് ആരെങ്കിലും തന്നിട്ടുണ്ടോ? പറയാറില്ലേ? അങ്ങനെയല്ല, ഞാൻ വല്ലാണ്ട് ടെൻഷനുകളൊക്കെ ഇഷ്ടമാതിരി ഉണ്ട്. പക്ഷെ അങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ട് അത് ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കില്ല. ഇപ്പോൾ ഒരു പടം നമുക്ക് പറഞ്ഞിട്ട് അത് ഇല്ല എന്നറിഞ്ഞു കഴിയുമ്പം അയ്യോ എന്ന് നമുക്ക് തോന്നും. പിന്നെ അത് തന്നെ വിചാരിച്ച് ടെൻഷൻ അടിക്കില്ല. വേറെ എന്തെങ്കിലും ദൈവം തരാനായിരിക്കും. അപ്പം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ വരുമ്പം നമ്മൾ ആ ടെൻഷൻ ഇതിപ്പം വേറെ എന്തെങ്കിലും ആയിരിക്കും, അത് മാറ്റി വേറെ ചിന്തിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുക.
അത് തന്നെ ആലോചിച്ചിരിക്കില്ല. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറയാറുണ്ട്, നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു കാര്യം തന്നെ ഇങ്ങനെ ചിന്തിച്ച് വിഷമിച്ചുകൊണ്ടിരുന്നാൽ അവിടെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. പിന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ അടുത്ത വഴി എന്താണെന്ന് നോക്കണം. അല്ലാതെ ഇത് തന്നെ ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് ഞാൻ പറയും. അപ്പൊ അതാണ് ഈ ഒരു യുവത്വത്തിന്റെ ഒരു രഹസ്യം അല്ലെ. എനിവേ, ഇപ്പം ലാലേട്ടൻ്റെ അമ്മയായിട്ടുണ്ട്, മമ്മൂക്കാൻ്റെ അമ്മ, ജയറാമേട്ടൻ, ഇന്ദ്രജിത്ത്, പൃഥ്വിരാജ്, ദിലീപേട്ടൻ, എല്ലാവരുടെയും അമ്മയായിട്ടുണ്ട്. അപ്പം ഇതിലെ ആരാണെന്ന് പ്രിയപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാനായിട്ട് എല്ലാവരും നമുക്ക് പ്രിയം. അതെ അതെ. എങ്കിലും ഇവർക്കൊക്കെ ഓരോരോ പ്രത്യേകതകൾ ഇവരെ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ അവരുടെ ക്യാരക്ടറിൽ തോന്നിയിട്ടുണ്ടാവുമല്ലോ അംബികാമ്മയ്ക്ക്. അല്ല, പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത്, എന്നെ സംബന്ധിച്ചിടത്തോളം എന്നോട് എല്ലാവരും നന്നായിട്ട് പെരുമാറിയിരിക്കുന്നത്. എല്ലാവരും അതുകൊണ്ടാണല്ലോ എനിക്ക് പിന്നെയും നിൽക്കുക. ഒന്നും അല്ലാത്തടത്ത് നിന്ന് ഞാൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഞാൻ പിന്നെ അവിടെ നിന്ന് ഓടിപ്പോയി രക്ഷപ്പെടാൻ നോക്കുകയുള്ളൂ. പക്ഷെ എനിക്ക് പിന്നെയും നിൽക്കാൻ തോന്നുന്നു എല്ലാവരും എന്നോട് സ്നേഹത്തോടു കൂടിയേ പെരുമാറിയിട്ടുള്ളൂ. പിന്നെ അവരുടെ ഒരു പ്രാവശ്യം അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും ഞാൻ അവരുടെ പടങ്ങളിൽ അഭിനയിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആ ബന്ധം പോകുന്നില്ല, അതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നത്. ഞാൻ പട്ടാളമാണ് ഞാൻ മമ്മൂക്കയുടെ കൂടെ ഫസ്റ്റ് ചെയ്ത പടം. അതിനുശേഷം ഞാൻ എത്രയോ പടങ്ങളിൽ ഞങ്ങൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മയായിട്ടും അല്ലാതെയും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം ആദ്യമായിട്ടൊക്കെ മമ്മൂക്കാൻ്റെ ഒപ്പം ലാലേട്ടൻ്റെ ഒക്കെ ഒപ്പം ചെയ്യുമ്പോൾ തുടക്കക്കാർക്ക് അന്നത്തെ കാലത്ത് കേട്ടോ ഒരു പേടി ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം അംബികാമ്മയ്ക്ക് അതേപോലെ ഒരു പേടി ഉണ്ടായിരുന്നു? നല്ല പേടിയായിരുന്നു. കാരണം എങ്ങനെയും മിണ്ടാൻ പോവുക എന്നൊക്കെ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവരുടെ ആ ഒരു ചിരി, ഒരു സ്നേഹം ഉണ്ടല്ലോ, അതിലാണ് നമ്മൾ പിന്നെ പോയി മിണ്ടി ആ ഒരു ഇതിൽ പോകുന്നത്. ഇന്നസെൻ്റ് ചേട്ടനൊക്കെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നൊക്കെ നമ്മൾ പട്ടാളമൊക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ മാറിക്കുമ്പോൾ വാ എന്ന് പറഞ്ഞ് വിളിച്ച് എല്ലാവരും പരിചയപ്പെടുത്താനൊക്കെ ആയിട്ട് ഒത്തിരി സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ഭയങ്കര എൻജോയ് ചെയ്ത് ഏതെങ്കിലും ഒരു സിനിമ സെറ്റിലെ ഒരു ഓർമ്മ പങ്കുവെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട്. അത് ഒരു സിനിമയൊന്നും അല്ല, ഒരുപാട് സിനിമകളുണ്ട്. കാരണം നമ്മൾ ഓർമ്മകൾ പങ്കുവെക്കുക ഇഷ്ടമായി. ഇപ്പം നമ്മൾ ആ സമയത്തൊക്കെ നമുക്ക് ഊട്ടിയിലൊക്കെ ഷൂട്ട് വരുമ്പോൾ ആകെ തന്നെയൊക്കെ ഊട്ടിയില്ലല്ലേ, നമ്മളിവിടെ നിന്ന് കാറ് വരും, അവരുടെ കാറ് വരും, കാറിൽ കയറും, എല്ലാവരും കൂടെ യാത്രയാണ്. അതൊക്കെ ഒരു വലിയൊരു അനുഭവമാണ്. പിന്നെ പാലക്കാട് നമ്മൾ ഒറ്റപ്പാലത്തായിരിക്കും ഷൂട്ട്. അപ്പോൾ ഒറ്റപ്പാലത്ത് പോകുമ്പോൾ ഈ കൽപ്പനയൊക്കെ കൂടെ പോകുമ്പോൾ കൽപ്പന ഫ്രണ്ടിലേക്ക് ഞങ്ങളിങ്ങനെ 2-3 ആളെ ഉണ്ടാവുള്ളൂ. ഞാൻ യാത്ര പോകുമ്പോൾ അത് ഓരോ ഹോട്ടലിൽ ഇറങ്ങലും ഫുഡ് കഴിക്കലും തിരിച്ചു പോകലൊക്കെ ഭയങ്കര ജോളി അടിച്ച് തന്നെയുള്ള ഇതാണ്. ഇപ്പോഴാണ് നമ്മൾ എനിക്ക് തോന്നുന്നു അധികം തമ്മിൽ കാണാത്തത്. കാരണം നമ്മുടെ വണ്ടിയിൽ നമ്മൾ ചെന്നിറങ്ങുന്നു, ഷൂട്ട് ചെയ്യും. മറ്റേന്ന് പറഞ്ഞാൽ വണ്ടി വരും, ടാക്സി വരും, അതിൽ 3 ആർട്ടിസ്റ്റുകളുണ്ടാവും, നമ്മൾ 3 പേരും പോകുന്നു. ഇതൊക്കെ ഒരു ഭയങ്കര രസമാണ്. അതുപോലെ പിന്നെ കാസിനോവ ചെയ്യുന്നത്, അതൊക്കെ ഒരു പെട്ടെന്ന് ചെയ്താണ്. എനിക്ക് പാസ്പോർട്ടൊന്നും ഉണ്ടായില്ല. അപ്പം ഞാൻ എല്ലാത്തിലും ഇങ്ങനെ ആ സിനിമ ഓക്കെ പറയുന്നല്ല, പാസ്പോർട്ട് വേണമായിരുന്നു. അത് ദുബായിലല്ലേ ഷൂട്ട്, അതെനിക്കറിയില്ലായിരുന്നു. ഞാൻ ഇവിടെയാണെന്നൊക്കെ വിചാരിച്ചത്. പിന്നെ പാസ്പോർട്ടൊക്കെ പെട്ടെന്ന് എടുക്കുകയായിരുന്നു ചെയ്തത്. എന്നിട്ട് അതിനൊക്കെ പോയിട്ട് ദുബായി പോകാന്നൊക്കെ പറഞ്ഞ് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമായിരുന്നു. എവിടെയോ പോകുമ്പോൾ ഞാൻ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെച്ച ഫസ്റ്റ് ടൈം ആണല്ലോ. അപ്പം ഞാൻ ഇതൊക്കെ റെഡി ആയിട്ടിരിക്കും, എപ്പോൾ വിളിക്കുമെന്ന് വെച്ചാൽ അങ്ങനെ ഒരു പ്രാവശ്യം പോയി ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു വന്ന് പിന്നെ വീണ്ടും പോയി ദുബായിക്ക്. അപ്പോൾ ഞാൻ എല്ലാവരും ഇത് വീണ്ടും പോകുന്ന അംബിക, ഞാനും പാസ്പോർട്ടിൽ 2 പ്രാവശ്യമൊക്കെ ഇത് വരുമ്പോൾ നമുക്കൊരു സന്തോഷം. അത് കഴിഞ്ഞ് ബാങ്കോക്കിലേക്ക് ഷൂട്ട് മാറ്റി വീണ്ടും ബാങ്കോക്ക് പോകുന്നു. അപ്പം അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സിനിമ എന്ന് കിട്ടുന്ന ഓരോ ഭാഗ്യങ്ങളാണ്. പിന്നെ കേൾക്കുന്ന ഷൂട്ട് മലേഷ്യയിലാണ്. അപ്പം അന്ന് ലെനയും ഞാൻ ഒക്കെ കൂടെ ഒന്നിച്ചാണ് പോയത്. അപ്പം അവരുടെ കൂടെയൊക്കെ ഇങ്ങനെ ഫ്ലൈറ്റിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കലും ഇതൊക്കെ ഈ സിനിമ എന്ന് പറഞ്ഞ ഒരു ഇതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഭാഗ്യമാണ്. ഒരു സിനിമാ നടി ആയില്ലായിരുന്നെങ്കിൽ അംബികാമ്മ ഇപ്പോഴും എംബ്രോയിഡറി ഞാൻ ഒതുങ്ങില്ല. ഞാൻ ഒതുങ്ങില്ലെന്ന് പറഞ്ഞ് ഞാൻ ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഈ ടൈലറിങ് വളരെ നല്ല രീതിയിൽ 15 ആൾ വർക്ക് ചെയ്യുന്നൊരു യൂണിറ്റ് ആയിരുന്നു എനിക്കുണ്ടായത്. അപ്പം ഞാൻ അത് പിന്നെയും വലുതാക്കി കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു എൻ്റെ. അപ്പം കാരണം നമ്മൾ ഡെയിലി നമ്മുടെ മേശയിൽ പൈസ വന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ഓരോ തുണി കൊടുക്കുന്ന അനുസരിച്ച് ഈ ഡിസൈൻ ചെയ്യുന്നതിന് ഇത്ര പൈസ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ പറയുന്ന പൈസയാണ് ഡിസൈൻ ചെയ്യും. അപ്പം നമ്മളത് ഒതുക്കത്തിച്ച് അത് വളരെ കുറവിലാണ് ഞാൻ ചെയ്ത് കൊടുത്തത്. അപ്പം നമുക്ക് ഡെയിലി പേയ്മെൻറ്റ്. അപ്പം ഞാൻ ഇത് വലുതാക്കി കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു എൻ്റെ. കാരണം വെറുതെ പണ്ട് ഞാൻ വെറുതെ വീട്ടിലിരിക്കില്ല. ഒരു വീട്ടമ്മയ്ക്ക് എനിക്ക് തോന്നുന്നു ഇത്ര ഫുള്ളി ഫ്ലെഷ്ഡ് ആയിട്ട് ഒരു ബിസിനസ് റൺ ചെയ്യുക, പിന്നീട് സിനിമയിൽ വന്ന് ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റ് ആകുക, വീട്ടുകാരുടെ സപ്പോർട്ട് ഭയങ്കര വലുതായിരിക്കും അല്ലേ? സിനിമയിൽ വരുമ്പോൾ ഒരു സപ്പോർട്ടും ഉണ്ടായില്ല. ആകെ ഉണ്ടായിരുന്ന എൻ്റെ മക്കളും മരുമക്കളും ഹസ്ബൻഡ്. ബാക്കി എൻ്റെ വീട്ടിലൊക്കെ അമ്മയൊക്കെ ഭയങ്കരമായിട്ട് അവൾ എന്തിനാണ് ഈ പണിക്ക് പോകുന്നത്, എന്താണ് അവളുടെ ഇതെന്ന് പറയാം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ എല്ലാവർക്കും അറിയാം, ഷൂട്ടിങ് കഴിഞ്ഞാൽ ഞാൻ നേരെ എൻ്റെ വീട്ടിൽ ചെല്ലും. അന്ന് മൊബൈലല്ല, ലാൻഡ് ഫോണിൽ കറക്കി എല്ലാവരും വിളിക്കും ഞാനിവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിയിക്കാൻ. എന്ന് പറഞ്ഞാൽ നമുക്ക് അവർ അറിഞ്ഞു എന്ന് പറയുമ്പോൾ എന്തൊരു സമാധാനം പോലെ. പിന്നീട് എൻ്റെ മക്കളാണ് എന്നോട് ചോദിച്ചത്, അമ്മ എന്തിനാണ് ഈ റിസ്ക് എടുത്തെങ്കിൽ പോകുന്നത്, അമ്മ അവിടെ നിൽക്കൂ, കാരണം ഈ ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടല്ലേ.
പിന്നെയാണ് എനിക്ക് തോന്നിയത് എന്തിനാണ് ഞാൻ ഈ ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതെന്ന്. പിന്നീടാണ് വീട്ടിലൊക്കെ അംഗീകരിച്ചത്. ഇപ്പൊ എന്ത് പറയുന്നു വീട്ടുകാരൊക്കെ? ഇപ്പം എല്ലാവർക്കും അഭിമാനമല്ല. അംബിക മോഹന്റെ ഫാമിലി എന്നുള്ള രീതിയിലായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മുടെ കൂടെ അമ്മ വരുമ്പോൾ തന്നെ അമ്മയാണ് ഏറ്റവും കൂടുതൽ ഭയങ്കര ഒരു ശത്രുവിനെ കാണുമ്പോഴായിരുന്നു എന്നെ കണ്ടുകൊണ്ടിരുന്നത്. സിനിമ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഇതാന്നായിരുന്നു. ആ അമ്മയ്ക്ക് ഇപ്പം ഡെയിലി ഇരുന്ന് സീരിയലാണേലും കാണുക, സിനിമയാണേലും കാണുക. അപ്പം അതിൽ നമ്മളുണ്ടെന്ന് പറയുമ്പോൾ അവർക്കൊക്കെ അഭിമാനമാണ്. എല്ലാവർക്കും, എൻ്റെ ആങ്ങളമാർക്ക് നല്ല സന്തോഷമാണ് ഇപ്പം. ഇത് ഞാൻ ആന്റിയോട് സംസാരിച്ചിരുന്നപ്പോൾ എനിക്ക് തോന്നിയത് ആന്റി വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള, വളരെ ചിൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നാണ്. സോഷ്യൽ മീഡിയയിലും ഇത്തരം ആക്റ്റീവായി നിൽക്കുന്നത് ആ ഒരു ഫോളോയിങ് ദ ട്രെൻഡ്, നമ്മളെപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം എന്നുള്ളൊരു ഇത് വെച്ചിട്ടാണോ? അതെ, ആണ്. അത് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താണോ ശരിയെന്ന് തോന്നുന്നത് അതങ്ങ് ചെയ്യുക. എപ്പോഴും നമ്മളൊരു എൻ്റെ പാട്ടുകളൊക്കെ അത് എനിക്ക് ആന്റിയോട് ചോദിക്കണമെന്നുള്ള കാര്യമാണ്. അത് എനിക്കറിയാം. എനിക്കിഷ്ടപ്പെട്ട പാട്ട് ഞാൻ അതിൻ്റെ അർത്ഥവും അതും ഒന്നും വലുതായിട്ടൊന്നും നോക്കൂല. പക്ഷെ എനിക്ക് ചില പാട്ടുകൾ ഇഷ്ടപ്പെട്ടു. എനിക്കിങ്ങനെ കരയുന്ന പാട്ട് എനിക്ക് ഇഷ്ടമാണ്, മെലഡിയൊക്കെ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് അതിന് ഇങ്ങനത്തെ പാട്ടുകളും ഇഷ്ടമാണ്. അപ്പം ഞാൻ ചിലപ്പോഴേക്കും ഇതൊക്കെ കാണുമ്പോൾ നല്ല രസം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അതങ്ങ് ഇട്ടു. എപ്പോഴും എൻ്റെ ഡ്രസ്സിങ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതും എൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഞാൻ നല്ല രീതിയിൽ സാരി ചുരിദാറും നരച്ച മുടിയാണെങ്കിൽ നരച്ച മുടി, അതിനൊന്നും എനിക്കൊരു പ്രോബ്ലം ഇല്ല. അതൊക്കെ നരച്ച വേഷത്തിൽ നിൽക്കുമ്പോഴേക്കും ഞാൻ ചിലപ്പോൾ ഒരു ഫോട്ടോ എടുക്കുക, ആ ഷൂട്ട് എടുക്കുമ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഈ പാട്ട് ഇടുക. അല്ലാതെ ഈ പാട്ടിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഡ്രസ്സ് അപ്പം എനിക്കൊന്ന് ഇപ്പം ഇത് രസമുണ്ട് ഇട്ടേക്കാം. അപ്പൊ ശരിക്കും റാപ്പ് മ്യൂസിക് കേൾക്കാറുണ്ടോ? ഞാനെല്ലാം കേൾക്കും. ഇങ്ങനെ എനിക്ക് ചിലതൊക്കെ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇടും. അതുപോലെ നമ്മൾ ചില പാട്ടുകളൊക്കെ നമ്മൾ പറയില്ലേ ഇങ്ങനെ, പക്ഷെ ഞാനൊക്കെ ഇരുന്ന് കേൾക്കും, എല്ലാം കേൾക്കും. ഏതാണ് അംബികാമ്മയുടെ ഫേവറേറ്റ് റാപ്പർ? കുറെ പേര് കിട്ടുന്നുണ്ട്, അവര് തന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരാളുടെ പേരായിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ കേൾക്കാറുണ്ടല്ല. ഒരു കൊച്ചുമോനാണോ ഇതിന്റെ പുറകിലുള്ള? അവനാണ് ആദ്യം, അവൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ അതിൽ കൂടെയാണ് ഞാൻ ഇവൻ ഇതിരുന്ന് പാടുമ്പോൾ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കും, ഇത് നല്ല രസമുണ്ടല്ലോ ഇവൻ കാണിക്കുന്നത്. അങ്ങനെ അവനിലൂടെയാണ് ഞാൻ വന്നത്. ഞാനും അവനും ഭയങ്കര കൂട്ടാ. എപ്പോഴും ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവനോടാ ചോദിക്കുക. മൊബൈലിൽ എന്തെങ്കിലും ഇതൊക്കെ പഠിപ്പിച്ചു തരുന്നതൊക്കെ അവനാണ് എനിക്ക്. വേറെ എന്തൊക്കെയാണ് ഹോബീസ്? അല്ല, എനിക്ക് പാചകം ഭയങ്കര ഇഷ്ടമാണ്. ഫുഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അത് ഫുഡ് ഉണ്ടാക്കി ഒരാൾക്ക് കൊടുത്ത് അവർ നല്ല ഇത് പറയാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വീട്ടിലൊക്കെ നമ്മൾ ഓരോ പൂക്കളൊക്കെ ഉണ്ടാക്കി അലങ്കരിച്ച് വെക്കുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്തായാലും ഇനി ഏതൊക്കെ സിനിമയാണ് അംബികാമ്മയുടെ റിലീസ്? ഒരു 3-4 പടങ്ങൾ ഇറങ്ങാനുണ്ട് ഞാനിൻ്റെ കൂടെയൊക്കെ ഉള്ളത്. അതിൻ്റെ കൂടെ ഒരു മുത്തശ്ശിയായിട്ട് ഒരു കുട്ടികളുടെ പടം ഇറങ്ങാനുണ്ട്. സുഖമായിട്ട് അങ്ങനെ പോട്ടെ. അപ്പം അമ്മയായിട്ടും ചേച്ചിയായിട്ടും അമ്മൂമ്മയായിട്ടും മുത്തശ്ശിയായിട്ടും ഒക്കെ നമുക്ക് ഇനിയും 25 അല്ല 50 വർഷങ്ങൾ ഇങ്ങനെ പോട്ടെ എന്ന് നമ്മൾ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്യുന്ന അംബികാമ്മ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. കൂടുതൽ സിനിമാ വിശേഷങ്ങളും മൂവി അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം. Till then, this is Meenakshi Sudhir signing on from Celluloid. Bye.